ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിനായി എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 16,671 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 1,14,627 പരിശോധനകളാണ് നടന്നത്. ഇപ്പം ചികിത്സയിലുള്ളത് 1,65,154 പേരാണ്. 120 മരണങ്ങളുണ്ടായി. കോവിഡിനെതിരായ നമ്മുടെ പോരാട്ടം തുടങ്ങിയിട്ട് 1.25 വർഷത്തോളമായി. ഇപ്പോൾ ഉള്ള സ്ഥിതി 91% ആളുകൾക്ക് ആദ്യ ഡോസ് വാക്സിനേഷൻ നൽകാൻ കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായി അതനുസരിച്ചുള്ള ഇളവുകളും സംസ്ഥാനത്ത് നൽകി വരികയാണ്. ഇപ്പോൾ തൊട്ട് മുൻപുള്ള ആഴ്ചയുമായി താരതമ്യം ചെയ്താൽ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിൽ 8% കുറവ് വന്നിട്ടുണ്ട്. രോഗം ഒരു തവണ വന്നവരിൽ രോഗബാധ വീണ്ടും ഉണ്ടാകുന്നത് കുറഞ്ഞു വരുന്ന പ്രവണതയാണ് കാണുന്നത്. സെപ്റ്റംബർ 18 മുതൽ 24 വരെയുള്ള കാലയളവിൽ ശരാശരി ആക്റ്റീവ് കേസുകൾ 1,70,669 അതിൽ ശരാശരി 2% പേർക്കാണ് ഓക്സിജൻ കിടക്കകൾ വേണ്ടി വന്നത്. 1% പേർക്ക് മാത്രമാണ് ICU കിടക്കകൾ ആവശ്യമായി വന്നത്. ഈ കാലയളവിൽ പുതിയ കേസുകളുടെ കാര്യത്തിൽ ഏകദേശം 7,000 കേസുകളുടെ കുറവുണ്ടായിട്ടുണ്ട്. പുതിയ കേസുകളിലെ വളർച്ചാ നിരക്ക് മുൻ ആഴ്ചയെ അപേക്ഷിച്ച് ഈ ആഴ്ചയിൽ 5% കുറഞ്ഞു. സജീവമായ രോഗികളുടെ എണ്ണം ആശുപത്രികൾ, ഫീൽഡ് ആശുപത്രികൾ, ICU, വെന്റിലേറ്റർ, ഓക്സിജൻ സപ്പോർട്ട് എന്നിവയിൽ പ്രവേശിച്ചവരുടെ എണ്ണം കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് ഈ ആഴ്ചയിൽ നേരത്തെ ഞാൻ പറഞ്ഞ ക്രമത്തിലെടുത്താൽ 16%, 7%, 21%, 3%, 6% എന്ന തോതിൽ കുറയുകയുണ്ടായി. രോഗം ഒരു തവണ വന്നവരിൽ രോഗബാധ വീണ്ടും ഉണ്ടാകുന്നത് കുറഞ്ഞു വരുന്ന പ്രവണതയാണുള്ളത്. ഇത്തരം കേസുകളുടെ എണ്ണം കഴിഞ്ഞ വർഷം ഈ വർഷത്തേക്കാൾ 6 മടങ്ങായിരുന്നു. പത്തനംതിട്ട, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റീഇൻഫെക്ഷൻ കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ചെറുപ്പക്കാർക്കിടയിലാണ് രോഗബാധ വീണ്ടും കൂടുതലായി ഉണ്ടാകുന്നത്. നിലവിൽ സംസ്ഥാനത്തെ R ഫാക്ടർ 0.94 ആണ്. R ഫാക്ടർ 1 കുറയുമ്പോൾ
രോഗം കുറഞ്ഞു വരുന്നു എന്നാണ് സൂചന ലഭിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ആർ ഫാക്ടർ കോട്ടയം ജില്ലയിലാണ്, 1.06. ഉയർന്ന ആർ ഫാക്ടർ നിലനിൽക്കുന്നത് പിന്നീട് എറണാകുളത്തും ഇടുക്കി ജില്ലകളിലുമാണ്. വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ്, 0.72 അവിടുത്തെ ആർ ഫാക്ടർ. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ നിരക്കും ഗുരുതരമായ കേസുകളും കുറയുകയാണ്. മെഡിക്കൽ കോളേജുകളിൽ കോവിഡ് ചികിത്സക്കായി പ്രവേശിപ്പിക്കേണ്ടി വരുന്നവരുടെ എണ്ണവും കുറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ 6.7% കുറവ് അക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള ദിവസങ്ങളിൽ 1979 രോഗികളാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. എന്നാൽ സെപ്റ്റംബർ 19 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ 1361 കേസുകളായി അത് കുറഞ്ഞു. ആശുപത്രികളിൽ ചികിത്സക്കായി പ്രവേശിക്കേണ്ടി വരുന്ന രോഗികളിൽ 52.7% പേരും വാക്സിൻ എടുക്കാത്തവരാണ്. കോവിഡ് മരണങ്ങളിൽ 57.6% വാക്സിൻ എടുക്കാത്തവർക്കാണ് സംഭവിച്ചത്. കോവിഡ് മരണങ്ങളിൽ 57.6% വാക്സിൻ എടുക്കാത്തവരാണ്. മരിച്ചവരിൽ 26.3% പേർ ആദ്യ ഡോസ് വാക്സിൻ എടുത്തവരുണ്ട്. 7.9% പേർ 2 ഡോസ് വാക്സിൻ എടുത്തവരുമുണ്ട്. വാക്സിൻ എടുത്തിട്ടും മരണമടഞ്ഞവരിൽ അവരിൽ ബഹുഭൂരിഭാഗം പേരും പ്രായാധിക്യമുള്ളവരോ 2 അതിൽ കൂടുതലോ അനുബന്ധ രോഗമുള്ളവരോ ആയിരുന്നു. പരമാവധി പേർക്ക് വാക്സിൻ നൽകി സുരക്ഷിതമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത് വാക്സിൻ എടുക്കൽ സുരക്ഷിതമാകുന്നതിനുള്ള മാർഗം തന്നെയാണെന്നാണ്. ഇപ്പോൾ 1ഉം 2ഉം ഡോസ് ഉൾപ്പെടെ സംസ്ഥാനത്ത് ഇതുവരെ ആകെ 3.5 കോടി ഡോസ് വാക്സിൻ നൽകാനായിട്ടുണ്ട്. അതിൽ ആദ്യ ഡോസ് വാക്സിനേഷൻ 91.62%, 2,44,71,319 പേർക്ക്. രണ്ടാം ഡോസ് 39.47%, 1,05,41,148. ഈ കണക്ക് വ്യക്തമാക്കുന്നത് ആകെ 22 ലക്ഷത്തോളം പേർ മാത്രമാണ് 1ാം ഡോസ് വാക്സിൻ എടുക്കാനുള്ളത്. കോവിഡ് പോസിറ്റീവായവർ 3 മാസം കഴിഞ്ഞ് മാത്രമേ വാക്സിൻ എടുക്കേണ്ടതുള്ളൂ. അങ്ങനെ നോക്കിയാൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ഇനി വാക്സിൻ എടുക്കാനുള്ളത്. സംസ്ഥാനത്തെ വാക്സിനേഷൻ നിരക്ക് 90% എത്തിയ സാഹചര്യത്തിൽ പുറത്തിറങ്ങാനുള്ള നിബന്ധനകൾ ഇനിയും നിഷ്കർഷിക്കുന്നതിൽ സാങ്കത്യമില്ല. 1 ഡോസ് വാക്സിനേഷനെങ്കിലും സ്വീകരിച്ചവരോ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരോ
കോവിഡ് ബാധിതരായി 2 ആഴ്ച കഴിഞ്ഞവരോ മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന നിയന്ത്രണം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. അത് ഒഴിവാക്കാൻ ഇന്ന് ചേർന്ന അവലോകന യോഗം തീരുമാനിക്കുകയുണ്ടായി. അതേപോലെ തന്നെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കാരണം ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതിയില്ല. പാർസലായി വാഹനങ്ങളിലും തുറന്ന സ്ഥലങ്ങളിലും ഭക്ഷണം നൽകി ഈ നിയന്ത്രണത്തോട് സഹകരിക്കാൻ പൊതുവെ റെസ്റ്റോറൻറ്റ് ഉടമകളും അതിനോട് സഹകരിക്കാൻ ജനങ്ങളും തയ്യാറായിട്ടുണ്ട്. നിലവിൽ ആ നിയന്ത്രണം അതേപടി കൊണ്ടുപോകേണ്ട സാഹചര്യമില്ല. 2 ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച ആളുകൾക്കായി ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ബാറുകളിലും ഇൻഹൗസ് ഡൈനിങ് അനുവദിക്കാമെന്നാണ് കാണുന്നത്. 2 ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച തൊഴിലാളികളെ ഉൾപ്പെടുത്തിയായിരിക്കണം ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്കുള്ള വാക്സിനേഷൻ നിബന്ധന 18 വയസ്സിന് താഴെയുള്ളവർക്ക് ബാധകമല്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% മാത്രമേ അനുവദിക്കൂ. അകലം പാലിച്ച് തന്നെ ഇരിപ്പിടമൊരുക്കണം. AC സംവിധാനങ്ങൾ ഉപയോഗിക്കാതിരിക്കണം. ജനലുകളും വാതിലുകളും പരമാവധി തുറന്നിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. ഇൻഡോർ സ്റ്റേഡിയങ്ങൾ, നീന്തൽക്കുളങ്ങൾ എന്നിവയുടെ പ്രവർത്തനവും 2 ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച ജീവനക്കാരെ ഉൾപ്പെടുത്തി 2 ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച ആളുകൾക്കായി അനുവദിക്കാവുന്നതാണ്. ഇവിടെയും ഈ വാക്സിനേഷൻ നിബന്ധന 18 വയസ്സിന് താഴെയുള്ളവർക്ക് ബാധകമല്ല. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തനം. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക സംസ്ഥാനത്ത് ഉടനെ വിതരണം ചെയ്തു തുടങ്ങും. സ്കൂളുകളും കോളേജുകളും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഓരോ വിദ്യാഭ്യാസ സ്ഥാപന തലത്തിലും ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും. ഇതിൽ പോലീസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും പ്രദേശത്തെ സ്കൂളുകളിലെ പ്രധാന അധ്യാപകരുടെയും സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികളുടെയും യോഗം വിളിച്ചുകൂട്ടി കുട്ടികളുടെ സുരക്ഷയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. കുട്ടികളെ കൊണ്ടുവരുന്ന സ്കൂൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പോലീസിനായിരിക്കും. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സഹായവും തേടിയിരിക്കണം. സ്കൂൾ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഒക്ടോബർ 20 മുൻപ് പൂർത്തിയാക്കണം. കുട്ടികളെ കൊണ്ടുവരുന്നത് സ്വകാര്യ വാഹനങ്ങളായാലും സ്കൂൾ വാഹനങ്ങളായാലും അവയോടിക്കുന്നവർക്ക് 10 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ടാകണം. എല്ലാ വിദ്യാലയങ്ങളിലും ഒരു അധ്യാപകനെ സ്കൂൾ സേഫ്റ്റി ഓഫീസറായി നിയോഗിക്കണം.
ഇക്കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ സ്കൂളിലെത്തി പരിശോധിക്കണം. അടച്ചിട്ട മുറികളിലും ഹാളുകളിലുമുള്ള യോഗങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനാവണം. അധ്യാപക രക്ഷാകർതൃ സമിതിയോടൊപ്പം തദ്ദേശ സ്വയംഭരണം, വിദ്യാഭ്യാസം ഈ വകുപ്പുകളുടെ കൂടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് സൂക്ഷ്മതല ആസൂത്രണം സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നടത്തേണ്ടതാണ്. സ്കൂളുകളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണം. അതായത് ഓരോ സ്കൂളിൻ്റെയും കാര്യം എടുത്തുകൊണ്ട് തന്നെ ഏത് ഡോക്ടറായിരിക്കുമെന്നതിൽ വ്യക്തത ഉണ്ടാക്കണം. നിശ്ചയ ദിവസങ്ങളിൽ ആ ഡോക്ടർ ആ സ്കൂൾ സന്ദർശിക്കും. അതേപോലെ തന്നെ കുട്ടികളിൽ കോവിഡ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കുറച്ച് കുട്ടികളിൽ കോവിഡ് വരാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതുമല്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും വാക്സിനേഷൻ നടത്തിയിരിക്കണമെന്ന് പറയുന്നത്. വാക്സിനേഷൻ നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അവർ മറ്റു കൂടുതൽ ആളുകളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുകയും വേണം. അപ്പം അത്തരം ക്രമീകരണങ്ങൾ കൃത്യമായി പാലിച്ചു പോകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം സ്കൂൾ പ്രവർത്തിച്ചില്ല. ഈ വിദ്യാഭ്യാസ വർഷം ഇതേവരെയും പ്രവർത്തിച്ചില്ല. അപ്പോൾ PTA അധ്യാപക രക്ഷാകർതൃ സമിതികൾ പല സ്ഥലത്തും നിർജ്ജീവമായിട്ടുണ്ട്. ചിലത് പഴയതാണ്. അപ്പോൾ PTA അതിവേഗത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടണം. അതിനാവശ്യമായ നടപടികൾ എല്ലാ സ്കൂളിലും സ്വീകരിക്കുകയും പുതിയ PTA വരികയും വേണം. നമ്മുടെ പ്രവാസി മലയാളി സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികളുമായി ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി വേണു രാജാമണിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. യാത്രാക്ലേശമടക്കം വിദേശ മലയാളികൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ജപ്പാനിൽ വിദഗ്ധ തൊഴിൽ മേഖലകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ കേന്ദ്രം പുതിയ സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. മലയാളികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവും നോർക്കയും സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ഇന്ത്യയിലെ ജാപ്പനീസ് ഭാഷാ പരിശീലനവും പരീക്ഷയും നടത്താൻ ജപ്പാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ജാപ്പനീസ് ഭാഷാ പരിശീലന കേന്ദ്രങ്ങളുടെയും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന വിദഗ്ധ തൊഴിൽ മേഖലകളുടെയും വിവരം നോർക്ക വഴി അറിയിക്കും. ആരോഗ്യമേഖലയിൽ പ്രത്യേകിച്ച് നഴ്സുമാർക്ക് ജപ്പാനിൽ അവസരമുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 1,02,812 പ്രവാസി മലയാളികളും ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 10,250 പ്രവാസി മലയാളികളുമടക്കം 1,13,062 പേർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു. എല്ലാ പ്രവാസികളും
സ്വന്തം ഭാവി സുരക്ഷിതമാക്കുന്നതിനൊപ്പം നാടിൻ്റെ വികസനത്തിൽ പങ്കാളികളാകാനുള്ള ഈ അവസരം വിനിയോഗിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷാഫലം സംസ്ഥാനത്തിനേറെ അഭിമാനകരമാണ്. ആദ്യ 100 റാങ്കുകളിൽ 10-ലേറെ മലയാളികൾ സ്ഥാനം പിടിച്ചു. മലയാളികളായ 42ഓളം മത്സരാർത്ഥികൾ സിവിൽ സർവീസ് യോഗ്യത നേടി. 6ാം റാങ്ക് നേടിയ തൃശ്ശൂർ സ്വദേശിനി കെ മീര രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിച്ചു. വടകര സ്വദേശി മിഥുൻ പ്രേംരാജ് 12ാം റാങ്കും, മുംബൈ മലയാളി കരീഷ്മ നായർ 14ാം റാങ്കും നേടി. പി ശ്രീജ, അപർണ രമേശ്, അശ്വതി ജിജി, നിഷ, വീണ എസ് സുധൻ, അപർണ എം പി, പ്രസന്നകുമാർ എന്നിവരാണ് ആദ്യ 100 റാങ്കിനുള്ളിൽ യോഗ്യത നേടിയ മറ്റുള്ളവർ. മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് മലയാളത്തിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയ തിരുവനന്തപുരം കരിക്കകം സ്വദേശിനി എസ് അശ്വതിയുടെ വിജയം സവിശേഷ നേട്ടമായി. 481ാം റാങ്കാണ് അശ്വതി നേടിയത്. നിർമ്മാണ തൊഴിലാളിയായ പ്രേംകുമാറിൻ്റെയും ശ്രീലതയുടെയും മകളാണ് അശ്വതി. 256ാം റാങ്ക് നേടിയ എൽ രേഷ്മ +2 വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സർക്കാർ സ്കൂളിലാണെന്ന പ്രത്യേകത കൊണ്ട് ശ്രദ്ധ നേടി. കാഴ്ച പരിമിതി മറികടന്ന് കഴിഞ്ഞ വർഷം 804ാം റാങ്ക് നേടിയ എസ് ഗോകുൽ ഇത്തവണ 357ാം സ്ഥാനത്തെത്തിയതും അഭിമാനകരമാണ്. ഇത്തവണത്തെ ഫലത്തിന് അത്തരം നിരവധി പ്രത്യേകതകളുണ്ട്. പരീക്ഷയിൽ വിജയം നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നാടിൻ്റെ നന്മക്കായി ആത്മാർത്ഥമായി സേവനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മധ്യ-വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചുഴലിക്കാറ്റായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗുലാബ് എന്ന് പേര് നൽകപ്പെട്ട ഈ ചുഴലിക്കാറ്റ് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നാളെ വൈകുന്നേരത്തോടുകൂടി ആന്ധ്ര, ഒഡീഷ തീരത്തേക്ക് പ്രവേശിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അവരുടെ ചുഴലിക്കാറ്റ് നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. കേരളം ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപഥത്തിലില്ല. എങ്കിലും കേരള തീരത്തും കാറ്റ് ശക്തിപ്പെടാനും കാലവർഷം സജീവമാകാനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ സെപ്റ്റംബർ 28 വരെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്. 27-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്. 28-ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ. ഇങ്ങനെയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളുടെ വിവരം. സെപ്റ്റംബർ 26-27 തീയതികളിൽ
മത്സ്യത്തൊഴിലാളികൾ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ കേരള തീരത്തും പറ്റില്ല, ലക്ഷദ്വീപ് തീരത്തും പറ്റില്ല എന്നാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാകുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയവയ്ക്കുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ട് സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതായിട്ട്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. ഈ ഹോട്ടൽ അനുമതി കൊടുത്തു. ഈ തിയേറ്ററുടെ കാര്യത്തിൽ ഇപ്പോഴും നീണ്ടുപോകുന്നത് എന്താ? സിനിമാ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണെന്ന് തിയേറ്റർ ഉടമകളും സംഘടനകളൊക്കെ പറയുന്നു. 50% സീറ്റ് കപ്പാസിറ്റി വെച്ച് അവർക്കും അനുമതി കൊടുക്കാനൊരു അവസരം ഇല്ലേ? അതിൽ സിനിമാ ടാക്കീസിൻ്റെ കാര്യം പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ ആളുകളുടെ എണ്ണവും മറ്റുമൊക്കെ ഒരു പ്രശ്നമുണ്ട്. അത് പരിശോധിക്കുന്നുണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. കോവിഡ് മരണത്തിൽ പിശകുണ്ടെന്ന തരത്തിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വരുന്ന കണക്കുകൾ ശരിയല്ല, മരണം സർക്കാർ ഒളിപ്പിച്ചു വയ്ക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. അത് കാരണം കൃത്യമായ കണക്കുകൾ ലഭിക്കാത്ത കാരണം പലർക്കും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകും എന്ന ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? ഇവിടെ സാങ്കേതികപരമായിട്ട് കണക്കുകളിൽ പിശകുണ്ടാകുന്നുണ്ടോ? അത്തരത്തിലൊരു സാഹചര്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഈ കോവിഡ് മരണമായി കണക്കാക്കുന്നതിൽ നേരത്തെ പറഞ്ഞതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസത്തിൻ്റെ ഭാഗമായുള്ള കൂട്ടലുകൾ ഇവിടെയും വരും. അതായത് നേരത്തെ കോവിഡ് മരണത്തെ എന്ന് കണക്കാക്കിയത് മാത്രമല്ല, മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ കോവിഡ് മരണമായിട്ട് കണക്കാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം മരണപ്പെട്ടതും മറ്റു ചിലതും എല്ലാം കോവിഡിൻ്റെ ഭാഗമായി തന്നെ. പക്ഷേ നേരത്തെ അത് ഉണ്ടായിരുന്നില്ല, കേന്ദ്രം നിശ്ചയിച്ച മാനദണ്ഡത്തിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതുകൂടി ഉൾപ്പെടുത്തണം. നമ്മളിവിടെ എല്ലാം നേരത്തെ തന്നെ ഓൺലൈനിൽ കാര്യങ്ങൾ ഭദ്രമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തുറ നടപടികളും ഓൺലൈനിലൂടെ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. ജില്ലകളിൽ നിന്ന് അത് പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ലഭിക്കുന്ന നിലയാണ് ഉണ്ടാവുക. ഈ പറഞ്ഞ എല്ലാ വിഭാഗക്കാർക്കും ആനുകൂല്യം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ച തരത്തിൽ പെട്ടെന്ന് തന്നെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനം കാണുന്നത്. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പരാതി ഉയർന്നു വരികയാണെങ്കിൽ അത് ആ ഘട്ടത്തിലാണല്ലോ പരിശോധിക്കേണ്ടത്. ബാക്കി ഇപ്പം നിലവിലുള്ളവരെ സംബന്ധിച്ച് വേറെ പരാതിയൊന്നും വരാനില്ല. ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് ആരോഗ്യവകുപ്പിനോ ഗവൺമെൻറ്റിനോ ഒരു മടിയുമില്ല. സീറ്റുകളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ടായിരിക്കുന്ന എന്തൊക്കെ ക്രമീകരണങ്ങളാണ് സർക്കാർ വരുത്തിയിരിക്കുന്നതെന്ന് പറയാൻ കഴിയും? +1 സീറ്റിൽ ഇപ്പോൾ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് സീറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നിലവിൽ ഓരോ ജില്ലയിലും എത്ര +1 സീറ്റുകൾ ഉണ്ട് എന്നറിയാം. അതോടൊപ്പം കുട്ടികൾ എത്രയാണ് അർഹത നേടിയവർ എന്നതും അറിയാം. അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അനുഭവത്തിൽ എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി ആലോചിച്ച് എല്ലാ കുട്ടികൾക്കും ഒരു വിഷമവും വരാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾക്കിടയിൽ 5 വയസ്സിനും 17 വയസ്സിനുമുള്ള ആൾക്കിടയിൽ ഒരു സീറോ പ്രിവലൻസ് സർവേ നമ്മൾ നടത്തിയിരുന്നല്ലോ. അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് ചർച്ച ചെയ്തു. അപ്പോൾ എത്ര കുട്ടികൾക്ക് ഈ ആൻറ്റിബോഡി ഉണ്ട്? അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നാം ഈ സ്കൂൾ തുറക്കലിൻ്റെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ നടത്തുന്ന കൂടുതൽ ജാഗ്രതയുടെ ഭാഗമായുള്ള നടപടികൾ മാത്രമാണ്. ഈ സ്കൂൾ തുറക്കുന്നതിന് എതിരായിട്ട് വരുന്ന ഒന്നുമല്ലത്. അതിൻ്റെ ഭാഗമായി കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ ആ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ചെറിയ കുട്ടികൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ളത് നേരത്തെ തന്നെ വിദഗ്ധരായവർ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അപ്പോൾ അതും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മറ്റ് വിഷമമില്ലാതെ അത് തുടങ്ങാൻ കഴിയുമെന്നാണ് നാം കാണുന്നത്. ഈ ട്രെയിൻ യാത്രയ്ക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തുള്ള യാത്രയാണ് അനുവദിക്കുന്നത്. അതേപോലെ തന്നെ സീസൺ ടിക്കറ്റ് അനുവദിച്ചിട്ടുമില്ല. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ അടക്കം ട്രെയിനിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ തീവണ്ടി യാത്രയ്ക്കുള്ള ഈ നിയന്ത്രണം ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമോ?
അല്ല, അത് ഇത് കോവിഡിന് ശേഷം വന്നൊരു പ്രശ്നമാണല്ലോ. അത് സ്വാഭാവികമായിട്ട് ആലോചിക്കാം. അങ്ങനെ ഈ തീവണ്ടി യാത്രക്കാർക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ ഗൾഫ് യാത്രക്കാർ അനുഭവിക്കുന്ന വിഷമം വളരെ വലുതല്ലേ. അത് യഥാർത്ഥത്തിൽ ഒരു ന്യായീകരണവും ഇല്ലാത്തതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഈ കോവിഡ് അനന്തരം ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താം, പരിഹാരം തേടാം. ഇപ്പോൾ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഇല്ല, യാത്രാ നിയന്ത്രണമില്ല. പക്ഷെ പോലീസിന്റെ ദൈനംദിന വാർത്താക്കുറിപ്പിൽ ഈ ലോക്ക്ഡൗൺ ലംഘിച്ചതിന് ഇന്നിപ്പം 1353 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്, 384 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ കൂടുതൽ ഇളവ് കൊടുക്കുമ്പോൾ പഴയതുപോലെ തന്നെ ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കുക തുടങ്ങിയ നടപടികളിലേക്ക് ഇനിയും പോലീസ് തുടർന്ന് പോകാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് വല്ലതും ഇളവും കൊടുക്കുന്നുണ്ടോ? കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് എല്ലാവരും തയ്യാറാവണം. അത് സർവതന്ത്ര സ്വതന്ത്രമായി പഴയതുപോലെ നമുക്കിപ്പം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെല്ലാവരും, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന എങ്ങനെയാണ്, വളരെ അകലം പാലിച്ചല്ലേ ഇരിക്കുന്നത്. അത് ഈ കോവിഡിൻ്റെ ഭാഗമായില്ലല്ലേ, പണ്ട് ഇങ്ങനെയാണോ ഇരിക്കാറ്. അപ്പോൾ അതെല്ലാവരും പാലിക്കാൻ നിർബന്ധിതരാണ്. വാക്സിൻ എടുത്താലും ഈ പറയുന്ന രോഗം വരാനുള്ള സാഹചര്യമുണ്ട് എന്ന് കണ്ടു.